നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൻ്റെ ചോദ്യശേഖരമാണ് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അക്കൗണ്ട് ടെസ്റ്റ് ലോവറിലെ മൂന്നാമത്തെ പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റും കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. ശരാശരി 65 മാർക്കിന് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ലോവറിൽ ചോദിക്കുന്നുണ്ട്. ബാക്കി 35 മാർക്ക് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. ഹയറിൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ശരാശരി 55 മാർക്കിനും കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 25 മാർക്കിനും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അത് വിത്ത് ബുക്കാണ് 20 മാർക്കിനും ചോദിച്ച് കാണുന്നു. ഇനി വരുന്ന വീഡിയോസിലൂടെ ഞാൻ നിലവിൽ പരീക്ഷയ്ക്ക് വന്ന 2012 ജൂലൈ മുതൽ പരീക്ഷയ്ക്ക് വന്ന 2019 വരെയിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യശേഖരമാണ് ഞാൻ ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക. അതെങ്ങനത് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ചോദ്യം കേൾക്കുക, അതിൻ്റെ ഉത്തരവും കേൾക്കുക. 1-2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വരും. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഈ ചോദ്യം തെളിഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം വരും. കേട്ട് കഴിഞ്ഞാൽ എളുപ്പമുള്ള പുസ്തകമാണിത്. ഇന്ത്യൻ സർക്കാരിൻ്റെ ഓഡിറ്റും അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ചില ചോദ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. നിങ്ങൾക്കത് ഗുണപ്രദമായിരിക്കും. കൂടുതൽ പറയുന്നില്ല, ചോദ്യത്തിലേക്ക് കടക്കാം. ദ വേർഡ് ഓഡിറ്റർ ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഒഡയർ. The person whose duty it was to check such accounts became known as the auditor. The word being derived from the Latin word audire, A-U-D-I-R-E, meaning to hear, or originally the accounting parties were required to come before the auditor who heard their accounts. അന്നേരം ലാറ്റിൻ പദമായ ഒഡയർ എന്നാണ് ഓഡിറ്റർ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തത്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഡാഷ് കൺട്രോൾ. ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ. പീരിയോഡിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റ്. The powers, duties and function of CAG in relation to the accounts and audit are described in C&AG DPC Act 1971. The pay and allowance of C&AG, ചുരുക്കിയിട്ട് CAG എന്ന് പറയാം, of India shall be charged to Consolidated Fund of India. Initial legislative control over finance is exercised at the time of policy making. The scope of state audit encompasses fiscal accountability, managerial accountability, program accountability. ഇത് മൂന്നും സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ ഉൾക്കൊള്ളുന്നു. ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ ദ ഗവർണർ. ദ പബ്ലിക് മണി ദാറ്റ് ഡസ് നോട്ട് ക്രെഡിറ്റഡ് ടു ദി കൺസോളിഡേറ്റഡ് ഫണ്ട് റിസീവ്ഡ് ബൈ ദ ഗവൺമെൻറ് ആർ ക്രെഡിറ്റഡ് ടു പബ്ലിക് അക്കൗണ്ട്. അത് പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പണം കൺസോളിഡേറ്റഡ് ഫണ്ടിലല്ല നിക്ഷേപിക്കുന്നത്, അത് പബ്ലിക് അക്കൗണ്ടിലാണെന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ബഡ്ജറ്റ് ഈസ് നോൺ ആസ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബഡ്ജറ്റിൻ്റെ മറ്റൊരു പേര്. ആൻ അപ്രോപ്രിയേഷൻ ബിൽ ബിക്കംസ് ആൻ ആക്ട് വെൻ ഇറ്റ് അപ്രൂവ്സ് ബൈ ലെജിസ്ലേറ്റീവ് ആൻഡ് അസെൻഡഡ് ബൈ ദ ഗവർണർ. ഒരു അപ്രോപ്രിയേഷൻ ബില്ല് ആക്റ്റ് ആണെങ്കിൽ അത് ലെജിസ്ലേറ്റർ അതായത് നിയമസഭ അല്ലെങ്കിൽ ലോകസഭ
പാസ്സാക്കണം. അത് ഗവർണർ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെക്കണം. എന്നാൽ മാത്രമേ ഒരു ബില്ല് ആക്റ്റ് ആവൂ. വെയ്സ് ആൻഡ് മീൻസ് റെഫർ ടു മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ഗവൺമെൻറ്റ്സ് ഡെയിലി ക്യാഷ് ബാലൻസ് അറ്റ് എ മിനിമം ലെവൽ ഓഫ് ഫിക്സഡ് ബൈ RBI. The state treasury is controlled by state government. The receipt of government are paid into government treasury. സർക്കാരിന് ലഭിക്കുന്ന പണം സംസ്ഥാന ട്രഷറി ഗവൺമെൻറ് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നാണ് പറഞ്ഞത്. ന്യൂ സർവീസ് മീൻസ് ബഡ്ജറ്റ് മാനുവലിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ന്യൂ സർവീസ്. ദ സ്കീം നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ ഉൾക്കൊള്ളാത്ത സ്കീമാണ് ന്യൂ സർവീസ്. ദ അപ്രോപ്രിയേഷൻ ബിൽ വെൻ ഇറ്റ് പാസ്ഡ് ആൻഡ് അസെൻഡഡ് വിൽ ബിക്കെയിം അപ്രോപ്രിയേഷൻ ആക്ട്. All governments follow the same code up to dash level. Answer, minor head. 3-digit code is allotted to a minor head. എന്നാൽ 4-digit മേജർ ഹെഡും 2-digit സബ് മേജർ ഹെഡുമാണ്. 4-digit മേജർ ഹെഡ്, 3-digit മൈനർ ഹെഡ്, 2-digit സബ് മേജർ ഹെഡ്. ക്ലിയർ? വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ 3 ES ഓഫ് ഓഡിറ്റ്? എക്കണോമി, എൻഫോഴ്സ്മെൻറ്റ്, എമിനൻസ്, എക്സാക്ട്നെസ്. ഇതിലേതാണ് 3 E'സിൽ പെടുന്നത്? എക്കണോമി. ഉത്തരം എക്കണോമി. 3 E's പഠിക്കണം. എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ആണ് 3 E'സിൽ പെടുന്നത്. അസസ്മെൻറ്റ് ടു ടാക്സ് ഈസ് എ ഡാഷ് ആക്ഷൻ, ക്വാസി ജുഡീഷ്യൽ ആക്ഷൻ. സെയിൽ ടാക്സ് ഈസ് എ ഇൻഡയറക്റ്റ് ടാക്സ് ഓഫ് ദ സ്റ്റേറ്റ്. റിഡക്ഷൻ ഓഫ് ഡെബിറ്റ് ത്രൂ സിങ്കിങ് ഫണ്ട് ഈസ് കോൾഡ് അമോർട്ടൈസേഷൻ. എന്നാൽ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിൻ്റെ പ്രാരംഭ ചെലവ് ക്രമേണ എഴുതിത്തള്ളുന്ന പ്രവർത്തനമാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ദ ഇഷ്യൂ റേറ്റ് ഓഫ് സ്റ്റോർ ഈസ് ഫിക്സഡ് ഇൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി ഫിനാൻഷ്യൽ ഇയർ. അൺപ്രൈസ്ഡ് ആർട്ടിക്കിൾ ഓഫ് സ്റ്റോർസ് comprises of stationery item. When the contractors are the suppliers, which tender system is being adopted? Open tender system. Priced stores ledger is recorded from goods received sheet and indents. One of the following, which one's account are not being maintained by the accountant general? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്കൗണ്ടന്റ് ജനറൽ മെയിൻറ്റെയിൻ ചെയ്യാത്തത് ആരുടെ അക്കൗണ്ടാണ്? എ സ്റ്റേറ്റ് ഗവൺമെൻറ്, ബി റെയിൽവേ, സി ഫോറിൻ സർവീസ്, ഡി പാർലമെൻറ്റ്. ഉത്തരം ബി റെയിൽവേ ആണ്. ഫോറിൻ സർവീസ് അല്ല, ബി റെയിൽവേ. Which does not include the overall control of the financial administration of a state legislator? എ ഏതാണ് ഉൾക്കൊള്ളാത്തതെന്നാണ്. എ ഓഡിറ്റ് കൺട്രോൾ, ബി ലെജിസ്ലേറ്റീവ് കൺട്രോൾ, സി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, ഡി ഇൻറ്റേർണൽ കൺട്രോൾ. ഉത്തരം ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോൾ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്റ്റേറ്റിൽ പെടുന്നില്ല. എന്നിട്ട് പെടുന്നത് ഏതാണ്? ഓഡിറ്റ് കൺട്രോൾ, ലെജിസ്ലേറ്റീവ് കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ദ ഷെഡ്യൂൾഡ് ഓഫ് അപ്രോപ്രിയേഷൻ ആക്ട് contains details of the amount of the voted grants and charged appropriation for different purposes. The authority to the final decision to classify a planned
ആസ് ഓർഡിനറി ആൻഡ് സ്പെഷ്യൽ ഈസ് ദ എക്സിക്യൂട്ടീവ്. ഡാഷ് ഈസ് എ ലിസ്റ്റ് ഓഫ് ലേബേഴ്സ് എംപ്ലോയിഡ് ഡെയിലി ഓൺ എ വർക്ക്. മസ്റ്റർ റോള്, അതായത് കേരള ഫിനാൻഷ്യൽ കോഡിൽ എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മസ്റ്റർ റോള്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഫോർ ഇൻക്രീസിങ് കോൺക്രീറ്റ് അസറ്റ്സ് ഓർ റെഡ്യൂസിങ് റെക്കറിംഗ് ലയബിലിറ്റീസ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി ഈസ് അക്കൗണ്ടബിലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു ദി legislator. Contingency fund of the state is set up under Article dash of the Constitution. Article 267 ആണ് കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റിനെ കുറിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട് ഈസ് ബേസ്ഡ് ഓൺ ക്യാഷ് ബേസ്ഡ് സിസ്റ്റം. ഇലക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു ബ്ലോഗ് തയ്യാറാക്കിയിട്ടുണ്ട്. ബ്ലോഗിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് ബ്ലോഗിൽ കയറി കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൻ്റെ മൊത്തത്തിലുള്ള ടെക്സ്റ്റ് കിട്ടും. അതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക.